വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. സ്വദഖല്ലാഹ്. ആദരണീയരായ ഉസ്താദന്മാരെ, മറ്റു സാദാതീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെട്ട ഒരു മജ്ലിസായി ഞങ്ങളൊക്കെ ഒന്ന് സ്വീകരിക്കുമാറാകട്ടെ. ദിക്റിനെ സംബന്ധിച്ചും മറ്റു ഈ മജ്ലിസിനെ സംബന്ധിച്ചും വേണ്ടതുപോലെ ജാമിഉമാനിയായ ഒരു പ്രസംഗം ബഹുമാനപ്പെട്ട വാലമുണ്ട് ഉസ്താദും ശൈഖുന ബാദപ്പണി ഉസ്താദും വേണ്ടതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നാം എല്ലാവരും ഇപ്പോൾ കാത്തുകൊണ്ടിരിക്കുന്നത് ജലാലിയ റാത്തീബിനെയാണ്. അതിനാഗ്രഹിച്ചിട്ടാണ് നിങ്ങൾ എല്ലാം വന്നത്. ഈ സന്ദർഭത്തിൽ ഒരു ദീർഘമായ ഒരു പ്രസംഗം ഇവിടെ നടത്തൽ അനിവാര്യമല്ല, യോജിച്ചതല്ല എന്ന അറിയിക്കലോടുകൂടി ജലാലിയ ദിക്റിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അസ്തഗ്ഫിറുല്ലാഹ മിമ്മാ സിവല്ലാഹ് വകുല്ലു ഷൈഇൻ യഖൂലു അല്ലാഹ്. വളരെ മഹത്തായ ഒരു വാക്കാണ്. സാധാരണ ജലാലിയ റാത്തീബ് നടത്തുന്നവർ ഒറ്റക്കിരുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ ചിന്തിച്ച് അവർ വാഹനത്തിന് പോകുമ്പോഴും ഒറ്റക്കിരിക്കുമ്പോഴും സാധാരണ ഈ ഒരു പദം, ഈ ഒരു വാക്ക്, ഈ ഒരു ദിക്ർ അവർ ചൊല്ലിക്കൊണ്ടേയിരിക്കും. എത്രയൊരു മഹത്വമുള്ള ഒരു വാക്കാണ്. അസ്തഗ്ഫിറുല്ലാഹ മിമ്മാ സിവല്ലാഹ് വകുല്ലു ഷൈഇൻ യഖൂലു അല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു, വിട്ടുവീഴ്ക്കലിനെ ഞാൻ ചോദിക്കുന്നു. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിനോട് ഞാൻ വിട്ടുവീഴ്ക്കലിനെ ചോദിക്കുന്നു. മിമ്മാ സിവല്ലാഹ്, അല്ലാഹു അല്ലാത്ത എല്ലാത്തിനും തൊട്ടും അല്ലാഹുവിനോട് ഞാൻ വിട്ടുവീഴ്ക്കലിനെ ചോദിക്കുന്നു. വകുല്ലു ഷൈഇൻ, എല്ലാ വസ്തുവും അല്ലാഹു സൃഷ്ടിച്ച മനുഷ്യൻ മാത്രമല്ല, ജീവനുള്ളത് മാത്രമല്ല, മരങ്ങളും ഭൂമികളും കല്ലുകളും എല്ലാം യഖൂലു അല്ലാഹ്, എല്ലാം അല്ലാഹുവിനെ ഓർത്ത് അല്ലാഹുവിനക്ക് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്ന് നല്ലൊരു മഹത്തായ ഒരു ദിക്ർ ആ ജലാലിയിലുണ്ട്. അതെല്ലാവരും നാം കാണാതെ പഠിച്ച് ഒറ്റയ്ക്ക് ഇരുന്നിട്ടും അള്ളാഹുവിനെ ഓർത്ത് പറയേണ്ട ഒരു ദിക്റാണ് എന്ന് മാത്രം ഉണർത്തലോടുകൂടി വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ഇത് ബഹുമാനപ്പെട്ട മദക്ക തങ്ങ നടത്തപ്പെടുന്ന ഒരു മജ്ലിസാണ്. തങ്ങളെ അറിയാത്തവർ ആരുമില്ല. ആ തങ്ങൾ ഇത്ര വലിയൊരു മജ്ലിസ് നടത്താനും ഞങ്ങളെല്ലാവർക്കും വരാനും ഏക ഒരു കാരണം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നു, ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നബിയെ നിങ്ങൾ വല്ലാത്തൊരു സൽസ്വഭാവം ഉള്ള ആളാണെന്ന്. എങ്കിൽ അങ്ങനെ ബഹുമാനപ്പെട്ട മദക്ക തങ്ങ നല്ലൊരു സൽസ്വഭാവിയാണ്. വലിയവരോടും ചെറിയവരോടും ആലിമീങ്ങളോടും അല്ലാത്തവരോടും എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറുന്നത് കൊണ്ട് തങ്ങളിലേക്ക് എല്ലാവരും അടുത്തു. എല്ലാവർക്കും തങ്ങളെ അറിയാത്തവരില്ല, തങ്ങളെ ബഹുമാനിക്കാത്തവരില്ല. തങ്ങളുടെ സ്വഭാവമാണ് ഞങ്ങളെ തങ്ങളിലേക്ക് അടുപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തങ്ങളെ ബർക്കത്ത് കൊണ്ട് നമ്മൾ ദുനിയാവും ആഖിറവും സലാമത്തിലാക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.